ഇത് നമ്മുടെ ആലത്തൂരിനടുത്ത്, പാലക്കാട് ജില്ലയിലെ ആലത്തൂരിനടുത്ത് വരുന്ന കാവശ്ശേരി പഞ്ചായത്തിലെ കാവശ്ശേരി ജംഗ്ഷനാണ്. ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ പഴയന്നൂർക്കും തിരുവില്ലാമലയ്ക്കും അതുപോലെ പാടൂർക്കും തോണിക്കടവയ്ക്കും തെന്നിലാപുരം ഭാഗത്തേക്കും ആലത്തൂർക്കൊക്കെ പോകുന്ന ഒരു 4 കൂടിയ ജംഗ്ഷനാണ് ഈ കാവശ്ശേരി ജംഗ്ഷൻ. അപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു 750 മീറ്റർ 800 മീറ്റർ ഉള്ളിലോട്ടായിട്ട് പഞ്ചായത്ത് ടാർ റോഡ് സൈഡിൻ്റെ സെക്കൻഡ് പ്ലോട്ടിലായിട്ട് 4.5 സെൻറ്റ് സ്ഥലത്ത് 750 സ്ക്വയർ ഫീറ്റ്, ഏകദേശം ഒരു 8 വർഷം പഴക്കമുള്ളൊരു വീട് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അതിലേക്ക് പോകുന്നൊരു വഴിയാണ്, ആ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ആ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഈ കാണുന്ന പഞ്ചായത്ത് റോഡിൻ്റെ സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് നമുക്കൊരു വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. കണ്ടോ, അതിലേക്ക് വരുന്ന വഴിയാണ് കേട്ടോ. സെക്കൻഡ് പ്ലോട്ട് എന്ന് പറയുമ്പോൾ ആ കാണുന്ന പഞ്ചായത്ത് റോഡിൽ നിന്ന് നേരെ ഒരു കോൺക്രീറ്റ് റോഡ്, അതിൻ്റെ സെക്കൻഡ് പ്ലോട്ടായിട്ട് വരുന്ന ഈ വീട്. ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിച്ചിരിക്കുന്നത് ഈ 4.5 സെൻറ്റും 750 സ്ക്വയർ ഫീറ്റ് 2 ബെഡ്റൂമുള്ള ഈ വീടിന് ചോദിച്ചിരിക്കുന്ന വില 19 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്ന് കണ്ട് ഉടമസ്ഥനായിട്ട് നേരിട്ടിരുന്ന് സംസാരിച്ച് പെട്ടെന്നൊക്കെ രജിസ്ട്രേഷൻ ചെയ്യാം എന്നുള്ളൊരു താല്പര്യത്തിലേക്ക് എത്തുന്നവരാണെങ്കിൽ വില നെഗോഷ്യബിൾ ആണ്. അത് അധികമായിട്ടിരുന്ന് നേരിട്ട് സംസാരിക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് ഇവർക്ക് കാറൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു ബൈക്കിന് പോകാനുള്ള വീതിക്കാണ് ഇവർ ഗേറ്റ് പണിതിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കാറൊക്കെ നിർത്താനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. ഒരു ആൾട്ടോയോ അല്ലെങ്കിൽ ഒരു സ്വിഫ്റ്റോ ഒക്കെ പോലത്തെ വണ്ടിയൊക്കെ വന്ന് ഇതിൻ്റെ മുറ്റത്ത് നിർത്താനുള്ള സൗകര്യം വരുന്നുണ്ട്. കണ്ടോ, അത് നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ അറിയാം. അപ്പോൾ ഈ വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്കോട്ടാണ്, ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ്. ഇതിൽ വെള്ളത്തിൻ്റെ സൗകര്യം കണ്ട ബോർവെൽ കണക്ഷനാണ്. ബോർവെൽ എപ്പോഴും വെള്ളം ഉണ്ടാകും, വെള്ളത്തിൻ്റെ തരത്തിലും ക്ഷാമമില്ലാത്തൊരു ഭാഗമാണ്. അടുത്തൊക്കെ നിറയെ വീടുകളുണ്ട്. അപ്പോൾ ടൗണിലേക്ക്, ഈ കാവശ്ശേരി ടൗണിലേക്ക് ഏകദേശം ഒരു 750 മീറ്ററിൽ ദൂരം അത്രേ വരുന്നുള്ളൂ. അപ്പോൾ ഇത് ബസ് റൂട്ടായിരുന്നു. ബസ് റൂട്ടിൽ നിന്ന് ആകുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലാദ്യമൊക്കെ ബസ് ഓടിയതിരുന്നാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്കൊരു 10 മീറ്റർ 20 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആലത്തൂർ ടൗണിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളിലേക്കും, കാവശ്ശേരി ടൗൺ കഴിഞ്ഞാൽ അടുത്താണ് ആലത്തൂർ ടൗൺ. അപ്പോൾ ആ ടൗണിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളിലേക്കും മാക്സിമം ഒരു 4 കിലോമീറ്റർ ദൂരം മാത്രമേ വരുന്നുള്ളൂ, നാഷണൽ ഹൈവേയിലേക്കൊക്കെ. അപ്പോൾ ഇതിൽ ഈ 750 സ്ക്വയർ ഫീറ്റിൽ സിറ്റ് ഔട്ട് കഴിഞ്ഞ ഉടനെ ഒരു ലിവിങ് കഴിഞ്ഞാൽ 2 ബെഡ്റൂം, ഒരു ഡൈനിങ്, ഒരു അടുക്കള പ്ലസ് ഒരു ചെറിയൊരു വർക്ക് ഏരിയ എന്നീ സൗകര്യങ്ങളാണ് ഈ വീട്ടിൽ വരുന്നത് കേട്ടോ. ഇതിന് നമുക്ക് ഒരു ബെഡ്റൂമിൽ നിന്ന് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു സൗകര്യത്തോടു കൂടിയും കോമൺ ആയിട്ടുള്ളൊരു സൗകര്യത്തോടു കൂടിയും കൂടെ ഒരു ബാത്റൂമിന് 2 ഡോറ് എന്നുള്ളൊരു സൗകര്യമാണ് ഇതിൽ ഒരുക്കിയിട്ടുള്ളത്. ഇത് കൂടാതെ നമുക്ക് വീടിൻ്റെ പുറകു വശത്തേക്ക് വേണമെങ്കിൽ ഇനിയിപ്പോൾ ഒരു കോമൺ ബാത്റൂം എടുക്കാനുള്ള സ്ഥല സൗകര്യം വീടിൻ്റെ പുറകിലുണ്ട്. ഒരു ചെറിയ ഫാമിലിക്കൊക്കെ വന്നു കഴിഞ്ഞ് നേരെ ഒരു പണിയും ഇനിയിപ്പോൾ ഇതിൽ ബാലൻസ് ഇല്ല, വന്ന് നേരെ കയറി താമസിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. 19 ലക്ഷം രൂപയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വില അഡ്ജസ്റ്റ് ചെയ്യും എന്ന് ഉടമസ്ഥൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഇതൊന്ന് കാണാനുള്ള സൗകര്യം ചെയ്തു തരാം. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഈ വീടിന് 8 വർഷത്തെ പഴക്കം ഉണ്ടെങ്കിലും ഒരു ചെറിയ മെയിൻ്റനൻസ് പണി പോലും ബാക്കിയില്ലാത്ത എല്ലാ പണിയും പൂർത്തിയായിട്ടുള്ളൊരു വീടാണ് കേട്ടോ. ചുറ്റുഭാഗവും നമുക്കിതിന് കോമ്പൗണ്ട് ഉണ്ട്, അതുപോലെ വെള്ളത്തിനായിട്ട് ബോർവെൽ കണക്ഷൻ ഉണ്ട്. ആരാധനാലയങ്ങളൊക്കെ തൊട്ടടുത്ത് തന്നെ ആരാധനാലയങ്ങളുണ്ട്. സ്കൂൾ സൗകര്യങ്ങളും കാര്യങ്ങളും അങ്ങനെ എല്ലാ സൗകര്യങ്ങൾക്കും അടുത്തായിട്ട് തന്നെയാണ് ഈ വീട് വരുന്നത്. ഡൈനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അടുക്കളയുടെ മുകൾ വശത്തൊക്കെ നമുക്കിങ്ങനെ ആ ബെർത്ത് സൗകര്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഇതിലൊക്കെ ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു കബോർഡിൻ്റെ വർക്കുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ മനോഹരമാക്കാം. അപ്പോൾ ഇതൊരു ചെറിയൊരു ഫാമിലിക്കൊക്കെ വന്നിട്ട് നല്ല രീതിക്ക് വന്ന് താമസിക്കാനൊക്കെ നല്ലൊരു വീടാണ്. ഇതിന് പുറകുവശത്താണ് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു വിറകടുപ്പ് കത്തിക്കാനുള്ള സ്ലാബ് കോൺക്രീറ്റ് ചെയ്ത് ഇട്ട് വെച്ചിട്ടുണ്ട് താഴ്ഭാഗത്ത് കേട്ടോ. അതിൽ വേണമെങ്കിൽ നമുക്കൊരു അടുപ്പ് സെറ്റ് ചെയ്യാം. അല്ല ഇനിയിപ്പോൾ പുറകിലേക്ക് ഷീറ്റ് ഇറക്കിയിട്ട് അവിടെ ഒരു വർക്ക് ഏരിയ എടുക്കണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇനിയിപ്പോൾ ഒരു കോമൺ ബാത്റൂം എടുക്കുകയാണെങ്കിൽ അതിനുള്ള സൗകര്യം ഇതാ ഈ ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു ബാത്റൂം ഇറക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക. ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഏകദേശം വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം ഞങ്ങളുടെ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയിലെ കാവശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കാവശ്ശേരി ജംഗ്ഷനിൽ നിന്നാണ് ഞാൻ പറഞ്ഞ ഒരു 750-800 മീറ്റർ ദൂരം മാത്രമാണ് ഈ വീടിൻ്റെ അവിടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത റെയിൽവേ സ്റ്റേഷനുകൾ എന്നൊക്കെ പറയാനൊക്കെ ആയിട്ട് പാലക്കാട് തന്നെയാണ് ഉള്ളത്. പാലക്കാട്, അതുപോലെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ ഈ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 25-26 കിലോമീറ്ററാണ് ദൂരം. അതുപോലെ പാലക്കാടിനാണെങ്കിലും അതുപോലെ ഒരു 30 കിലോമീറ്ററിൽ താഴെയായിരിക്കും ദൂരം വരുന്നത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ നമ്മുടെ ഈ ഭാഗത്ത് ഈ ഒരു സൗകര്യമാണ് ഉള്ളത് കേട്ടോ. ഇപ്പോൾ ചുറ്റുഭാഗത്ത് കണ്ടോ, ഇവിടെയാണ് നമുക്ക് വേണമെങ്കിൽ ഷീറ്റ് ഇറക്കിയിട്ടൊരു വർക്ക് ഏരിയ, അതുപോലെ അതിനോട് ചേർന്ന് അവിടെ ഒരു കോമൺ ബാത്റൂം പണിയാനുള്ള സ്ഥല സൗകര്യം വീടിൻ്റെ പുറകുവശത്ത് വരുന്നുണ്ട്. ചുറ്റുഭാഗവും പുതിയ രീതിക്ക് സ്ലാബ് മതിലിട്ടതാണ്, പഴയതല്ല, പുതിയ സ്ലാബ് മതിലിട്ടിട്ട് അതിന് വൈറ്റ് സിമെൻറ്റും പ്രൈമറൊക്കെ അടിച്ച് വൃത്തിയാക്കിയിരിക്കുന്നു. അതങ്ങനെ നേരെ മുൻവശം കാണാൻ പറ്റും. അടുത്തൊക്കെ വീടുകളുണ്ട്. കിഴക്കോട്ടാണ് ഈ വീടിൻ്റെ ദർശനം എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു.
അപ്പോൾ ഉടമസ്ഥൻ ചോദിച്ച വില ഒരിക്കൽ കൂടെ പറയുന്നു, 19 ലക്ഷം രൂപ വില നെഗോഷ്യബിളാണ്. 4.5 സെൻറ്റ് സ്ഥലവും 750 സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ വീടിൻ്റെ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മുടെ ഈ വഴി, ആ ഒരു ഓട്ടോറിക്ഷ വരുന്ന വഴി കാണുമ്പോൾ അത്രയും വീതിയുള്ളൂ എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തോന്നുന്നതാണ്. ഒരു നിസാൻ ടിപ്പർ പോലത്തെ വണ്ടിയൊക്കെ വന്ന് സുഖമായിട്ട് ബിൽഡിംഗ് പണിയാനുള്ള മെറ്റീരിയൽസൊക്കെ ഈ വഴിയിലൂടെ കൊണ്ടുപോയിട്ടുള്ളതാണ്, തൊട്ടപ്പുറം വീട് പണിയുന്നതിനൊക്കെ ആയിട്ട്. അപ്പോൾ നല്ല വീതിയുള്ള വഴി സൗകര്യം തന്നെയാണ്, അതും കോൺക്രീറ്റ് റോഡാണ്, മണ്ണ് റോഡല്ല. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇനി ചെറിയ രീതിക്കുള്ള മെയിൻ്റനൻസ് പണി പോലും ഈ വീടിന് ബാക്കിയില്ല. എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം ഞങ്ങളുടെ ഈ നമ്പറിൽ വിളിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.